ബിഗ് ബോസ് ഫസ്റ്റ് റണ്ണറപ്പ് ടി.എ. അനീഷിന് പാർലത്ത് ആദരം. പാർലം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘമാണ് ആദരം നൽകിയത്. പാർലത്ത് താരത്തിന്റെ വസതിയിലായിരുന്നു ആദരമൊരുക്കിയത്. സംഘം പ്രസിഡന്റ് സിഒ ജേക്കബ് ബിഗ് ബോസ് താരം അനീഷിനെ ഷാൾ അണിയിച്ച് ട്രോഫി സമ്മാനിച്ചു. ബിഗ് ബോസിലെ കപ്പ് നേടിയ അനീഷിനെ PSC സഹകരണ സംഘത്തിന്റെ പേരിൽ ഞാൻ ആദ്യമായി ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്, അനുമോദിക്കുകയാണ്. നമ്മുടെ ഒരു നാട്ടുമ്പുറക്കാരനായ ഒരു ടൗണിൽ താമസിക്കാതെ വലിയ സൗകര്യങ്ങളൊന്നുമില്ലാതെ ചെറിയ സൗകര്യത്തോടു കൂടി ഇന്ന് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായതിൽ കോടന്നൂരിലെ മുഴുവൻ ആളുകൾക്ക് മാത്രമല്ല കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ലോക രാഷ്ട്രങ്ങളിലൊക്കെ ഇന്ന് പ്രശസ്തി നേടിയ അനീഷിന് നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ചില മാസ്റ്റർ പീസ് അത് ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ പലരും ബിഗ് ബോസ് കാണുന്നത്. കാരണം അനീഷ് ഉള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് നമ്മൾ കാണാനിടയായി. ബിഗ് ബോസിൻ്റെ ചില നല്ല നയപരമായ തീരുമാനങ്ങൾ, അതിലെടുക്കുന്ന ഒരു സ്റ്റാൻഡ്, ഉറച്ച തീരുമാനം, അത് അഭിമാനകരമായിരുന്നു. ആർക്കും അഭിമാനിക്കാൻ കഴിയുന്ന നല്ല സ്റ്റാൻഡാണ് അതിലെടുത്തത്. ഒരു അർത്ഥത്തിൽ ബിഗ് ബോസ് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഒരു സംശയം വേണ്ട, അനീഷിൻ്റെ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. പഴോര് അപ്പുക്കുട്ടൻ, ബിന്ദു അശോകൻ, M. സേതുമാധവൻ, S. സുമാദേവി, A. റപ്പായി, CR വേലായുധൻ, സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആദ്യമേ തന്നെ ഒരു വലിയൊരു നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ ജനിച്ച നാട്ടിൽ ഈ PSC സൊസൈറ്റിയുമായിട്ട് കുറച്ചധികം നാളായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് എനിക്കുള്ളത്. ഷെയർ ഹോൾഡറാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ PSC സൊസൈറ്റി എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെയൊരു അനുമോദന ചടങ്ങ് തരുമ്പോൾ അതിൽ ഒരുപാട് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹവും സന്തോഷവും നന്ദിയും കടപ്പാടൊക്കെ നിങ്ങളോട് എല്ലാവരോടും ഉണ്ട്. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഈ നാട്ടിൽ ജനിച്ച് എൻ്റെ എല്ലാവിധ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ കണ്ട് വന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോർമലായിട്ട് നന്ദിയുടെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇനിയും ഈ നാട്ടിൽ തന്നെ നടന്ന് നീങ്ങേണ്ടവരാണ്. ആ ഒരു ബോധ്യം എല്ലാ കാലത്തും എൻ്റെ മനസ്സിലുണ്ടായിരിക്കുകയും ചെയ്യും. എന്നിരുന്നാൽ കൂടെ ഒരിക്കൽ കൂടെ നിങ്ങളോടുള്ള ആ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം പറഞ്ഞുകൊണ്ട് നിർത്താണ് ഞാൻ.